ഗാസയിലെ ഹമാസിനെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇസ്രായേലി സേനയുടെ വമ്പൻ നീക്കം. ഗാസയിലെ പ്രാദേശിക ഗോത്ര സേനകളുമായി ചേർന്ന് ഹമാസിനെതിരെ പുതിയ പോർമുഖം തുറക്കുകയാണ് ഇസ്രായേലി സേന. 4 പ്രധാനപ്പെട്ട സായുധ ഗോത്ര സംഘങ്ങളാണ് ഗാസയിൽ നിലവിലുള്ളത്. ആ 4 ഗോത്ര സായുധ സംഘങ്ങൾക്കും ആയുധങ്ങൾ നൽകി ഹമാസിനെതിരെയുള്ള പ്രാദേശിക ആക്രമണം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് IDF എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹൊസാം അൽ അസ്താൻ നിലവിൽ പ്രാദേശിക ഗോത്രങ്ങളെ നയിക്കുന്ന വ്യക്തി, മുൻ പാലസ്തീൻ അതോറിറ്റിയിലെ സൈനികൻ. അസ്താലിന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ പ്രകാരം ഹമാസിനെതിരെയുള്ള ആക്രമണത്തിന് പ്രാദേശിക ഗോത്ര വിഭാഗങ്ങളെല്ലാം തന്നെ ഒന്നിച്ച് ഒരു കുടക്കീഴിൽ അണിനിരക്കുകയാണ്. ഇവരെ കോർഡിനേറ്റ് ചെയ്യേണ്ട ചുമതല ഹൊസാം അൽ അസ്താലിനാണ്. അബു ഷബാബ് അടക്കമുള്ള മുൻകാലങ്ങളിൽ ഹമാസിനെതിരെ അതിശക്തമായി പോരാടിയിട്ടുള്ള ആളുകളെ കൂടി ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഒരു മുന്നേറ്റം നടത്താനാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നീക്കം. ഏറ്റവും സുപ്രധാനമായൊരു നീക്കമാണിത്. കാരണം ഗാസയിൽ കഴിഞ്ഞ 2 വർഷങ്ങളായി ഇസ്രായേലി സേന ആക്രമണം നടത്തുകയാണ്. നിരന്തരമായ ആക്രമണം, ബോംബിങ്ങോട് ബോംബിങ്, വളരെ ശക്തമായ ആക്രമണം, ദിനം പ്രതി മണിക്കൂറുകൾ നീണ്ട ആക്രമണം. പീരങ്കിപ്പട ഇരമ്പിക്കയറുന്നു. ഒരുവിധപ്പെട്ട എല്ലാ ഗാസയുടെ നഗരങ്ങളും പട്ടണങ്ങളും ഗ്രാമങ്ങളുമെല്ലാം ഇസ്രായേലി സേനയുടെ അധീനതയിലായി കഴിഞ്ഞു. എന്നിട്ടും ഗാസയിലെ ഹമാസിന്റെ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഹമാസ് വീണ്ടും പുനർജനിക്കുന്നു. ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിടി അയക്കുമ്പോൾ തന്നെ ഹമാസിന്റെ ഭീകരന്മാർ ഗാസയുടെ തെരുവുകളിൽ വീണ്ടും സജീവമാകുന്നു. ഗാസയുടെ തെരുവുകളിൽ സാധാരണക്കാരായിട്ടുള്ള പാലസ്തീനികളെ കൊന്നുതള്ളുന്നു. പാലസ്തീനികൾക്കെതിരെ അതിക്രൂരമായ നടപടികൾ ആരംഭിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് വലിയൊരു അത്ഭുതമാണ്. കാരണം ഒരു സായുധ സൈന്യത്തിനെതിരെ അല്ലെങ്കിൽ സായുധ ഭീകരന്മാർക്കെതിരെ ഇത്ര കാലങ്ങളായി 2-2.5 വർഷക്കാലമായി അതിരൂക്ഷമായ ആക്രമണം തുടർന്നിട്ടും അതിനെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു ചോദ്യചിഹ്നമാണ്. അവിടെയാണ് ഇസ്രായേൽ ഏറ്റവും നൂതനമായ ഒരു തന്ത്രം ആവിഷ്കരിക്കുന്നത്. കാലങ്ങളായി ഗാസ സ്ട്രിപ്പിൽ ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്കെതിരെ പൊരുതുന്ന പ്രാദേശിക സംഘങ്ങളാണ്, പ്രാദേശിക സായുധ സംഘങ്ങളാണ് അൽ ഷബാബിൻ്റെ സായുധ സംഘടനയും അതുപോലെ ഹൊസാം അൽ അസ്താലിൻ്റെ സായുധ സംഘടനയും ഒക്കെ. പ്രാദേശിക ഗോത്ര സായുധ സംഘങ്ങളായിട്ടുള്ള അസ്താലിൻ്റെയും അബൂ ഷബാബിൻ്റെയും ഒക്കെ സംഘങ്ങൾക്ക് കൃത്യമായി ഗാസയുടെ ഭൂമിശാസ്ത്രം അറിയാം. വർഷങ്ങളായി ഇവർ ഹമാസിനെതിരെ നിരന്തരമായി പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ആയുധങ്ങൾ കൊടുത്ത് ഇവരെ കുറച്ചുകൂടി സായുധമായി പവർഫുൾ ആക്കുക. അങ്ങനെയെങ്കിൽ ഇവർക്ക് നിഷ്പ്രയാസം ഹമാസിനെതിരെ പൊരുതാൻ സാധിക്കും. ഇസ്രായേലി സേന നടത്തുന്ന ആക്രമണങ്ങളെക്കാൾ കാര്യക്ഷമമായ ആക്രമണം ഗാസയിൽ ഹമാസിനെതിരെ നടത്താൻ ഈ പ്രാദേശിക ഗോത്ര വിഭാഗങ്ങൾക്ക് കഴിയും. ഇതാണ് ഇസ്രായേൽ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന പുതിയ തന്ത്രം. അതുകൊണ്ട് തന്നെ ഈ ഗോത്ര വിഭാഗങ്ങൾക്കെതിരെ, ഈ ഗോത്ര സംഘങ്ങൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേലി സേന. അതുകൊണ്ട് തന്നെ ഈ പ്രാദേശിക ഗോത്ര വിഭാഗങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഹമാസിനെതിരെ അതിരൂക്ഷമായ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേലി സേന. അബൂ ഷബാബിൻ്റെയും ഹൊസാം അസ്താലിൻ്റെയും അടക്കമുള്ള സായുധ സംഘങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വമ്പൻ ആയുധങ്ങൾ ഇവർ നൽകിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ സൈനിക കരുത്തിൻ്റെ ഒരു ഭാഗം ഈ പ്രാദേശിക ഗോത്ര സായുധ സംഘങ്ങൾക്ക് വീതിച്ചു നൽകാൻ ഒരുങ്ങുകയാണ് ഇസ്രായേലി സേന. അങ്ങനെ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അന്ത്യം എന്നേക്കുമായി കുറിക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ, ഗാസ സ്ട്രിപ്പിൽ നിന്നും ഹമാസ് എന്ന ഭീകരനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ, ഈ ഭൂമുഖത്ത് നിന്നും ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നീക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ, അതാണിപ്പോൾ ഇസ്രായേലി സേന ഗാസയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിൻ്റെ തന്ത്രങ്ങളെ ഇല്ലാതാക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഹമാസ് നൽകുന്നത്. അതിന് മുന്നോടിയായി ഗാസയിലെ പ്രാദേശിക ഗോത്ര വിഭാഗങ്ങൾക്ക് നേരെ അതിഭീകരമായ, കിരാതമായ, നീചമായ ആക്രമണങ്ങൾ ഹമാസ് നടത്തുന്നു. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന് സംശയിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ ഇസ്രായേലുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ പ്രാദേശിക ഗോത്ര സായുധ സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ആളുകളെയൊക്കെ തന്നെ തെരുവിൽ വച്ച് അതിനിഷ്ഠൂരമായി വധിക്കുകയാണ് ഇസ്രായേലി സേന. തെരുവുകളിൽ നിരത്തി നിർത്തി അവരെ വെടിവെക്കുന്നു, അവരുടെ തല ചിതറിക്കുന്നു. അങ്ങനെ നിഷ്ഠൂരമായ കൊലപാതകം. അങ്ങനെ കൊലപാതകം നടത്തി ആളുകൾ
ആളുകൾക്കിടയിൽ ഭയം ജനിപ്പിക്കുന്നു, പാലസ്തീനികൾക്കിടയിൽ ഭയം ജനിപ്പിക്കുന്നു, പാലസ്തീനികളെ വളരെ ക്രൂരമായി തന്നെ കൊന്നുതള്ളുന്നു. ഇതാണിപ്പോൾ ഗാസയിൽ ഹമാസിൻ്റെ ഭീകരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ: പാലസ്തീനികൾക്കിടയിൽ അതികഠിനമായ ഭയം ജനിപ്പിക്കുക, ഇസ്രായേലിനെ ഒരു തരത്തിലും പിന്തുണയ്ക്കാത്ത രീതിയിൽ, ഇസ്രായേലിനോട് വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ അവരുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കുക. ഇതാണിപ്പോൾ ഹമാസ് നടത്തുന്ന ഈ ആക്രമണങ്ങളുടെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പ്രാദേശിക ഗോത്ര സായുധ സംഘങ്ങളായിട്ടുള്ള അസ്താലിൻ്റെയും അബൂ ഷബാബിൻ്റെയും ഒക്കെ സംഘങ്ങൾക്ക് കൃത്യമായി ഗാസയുടെ ഭൂമിശാസ്ത്രം അറിയാം. വർഷങ്ങളായി ഇവർ ഹമാസിനെതിരെ നിരന്തരമായി പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ആയുധങ്ങൾ കൊടുത്ത് ഇവരെ കുറച്ചുകൂടി സായുധമായി പവർഫുൾ ആക്കുക. അങ്ങനെയെങ്കിൽ ഇവർക്ക് നിഷ്പ്രയാസം ഹമാസിനെതിരെ പൊരുതാൻ സാധിക്കും. ഇസ്രായേലി സേന നടത്തുന്ന ആക്രമണങ്ങളെക്കാൾ കാര്യക്ഷമമായ ആക്രമണം ഗാസയിൽ ഹമാസിനെതിരെ നടത്താൻ ഈ പ്രാദേശിക ഗോത്ര വിഭാഗങ്ങൾക്ക് കഴിയും. ഇതാണ് ഇസ്രായേൽ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന പുതിയ തന്ത്രം. അതുകൊണ്ട് തന്നെ ഈ ഗോത്ര വിഭാഗങ്ങൾക്കെതിരെ, ഈ ഗോത്ര സംഘങ്ങൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേലി സേന. അതുകൊണ്ട് തന്നെ ഈ പ്രാദേശിക ഗോത്ര വിഭാഗങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഹമാസിനെതിരെ അതിരൂക്ഷമായ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേലി സേന. അബൂ ഷബാബിൻ്റെയും ഹൊസാം അസ്താലിൻ്റെയും അടക്കമുള്ള സായുധ സംഘങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വമ്പൻ ആയുധങ്ങൾ ഇവർ നൽകിയിരിക്കുന്നു. ജീവനോടെയുള്ള ബന്ദികളെ മുഴുവൻ ഹമാസ് ഇതിനകം തന്നെ ഇസ്രായേലിന് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. 20 ബന്ദികളാണ് ബന്ദിമോചന കരാർ പ്രകാരം ഇസ്രായേലിലേക്ക് എത്തിയത്. ഇതോടുകൂടി ഇസ്രായേലിനൊരു കാര്യം ബോധ്യമായി: ഇനി ഹമാസിന്റെ പക്കൽ ബന്ദികൾ ജീവനോടെയില്ല. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും ഹമാസിനെതിരെ ഒരു ആക്രമണത്തിന് ഇസ്രായേലിന് യാതൊരു മടിയുമില്ല. ഇനി 15ഓളം ബന്ദികളുടെ മൃതശരീരങ്ങൾ മാത്രമാണ് ഹമാസിന്റെ പക്കലുള്ളത്. ആ മൃതശരീരങ്ങൾ എവിടെയാണെന്ന് പോലും ഹമാസിനറിയില്ല. അത് തിരികെ കിട്ടാനുള്ള സാധ്യതകളും വിരളമാണ്. പിന്നെ എന്തിനാണ് ഹമാസിനെതിരെ വളരെ മൃഗീയമായ ഒരു ആക്രമണത്തിൽ നിന്ന് പിന്തിരിയുന്നത്? ഹമാസിനെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കുക, ഗാസയെ മരുഭൂമിയാക്കി മാറ്റുക, ഹമാസിന്റെ ഭീകരന്മാരെ ഗാസയിലെ ബങ്കറുകൾക്കുള്ളിലിട്ട് തീർക്കുക. ഇതാണിപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നത്. ആ ലക്ഷ്യവുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. ആ ലക്ഷ്യം നടപ്പാക്കാൻ വേണ്ടിയുള്ള അക്ഷീണമായ പരിശ്രമത്തിലാണ് ഇസ്രായേലി സേന. അതിന് പ്രാദേശിക സായുധ ഗോത്ര വിഭാഗങ്ങളുടെ സഹായം കൂടി തേടിയിരിക്കുകയാണ് ഇസ്രായേലി സേന. ഈ അസ്താലിൻ്റെയും അബൂ ഷബാബിൻ്റെയും അടക്കം ഗോത്ര സേനകൾക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഹമാസിൻ്റെ അന്ത്യം പൂർണ്ണമായും ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലി സേന ചെയ്തുകൊണ്ടിരിക്കുന്നത്.